ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് അഡ്രിനൽ വെയിൻ ഡ്രെയിൻസ് ഇൻറ്റു ഓപ്ഷൻസ് റൈറ്റ് റീനൽ വെയിൻ, ഇൻറ്റേർണൽ ഇലിയാക് വെയിൻ, ഇൻഫീരിയർ വീന കാവ, ലംബാർ വെയിൻസ്. അപ്പോൾ റൈറ്റ് അഡ്രിനൽ വെയിന് ഏത് ബ്ലഡ് വെസലിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഇൻഫീരിയർ വീന കാവ. അപ്പോൾ എന്തുകൊണ്ടാണ് റൈറ്റ് അഡ്രിനൽ വെയിൻ ഇൻഫീരിയർ വീന കാവയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്? നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. റൈറ്റ് അഡ്രിനൽ വെയിനിൻ്റെ അനാട്ടമിക്കൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഫീരിയർ വീന കാവയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. മാത്രമല്ല അത് ഷോർട്ട് ആയിട്ടുള്ളൊരു വെയിനും കൂടെയാണ്. അപ്പോൾ റൈറ്റ് അഡ്രിനൽ വെയിൻ ഡയറക്റ്റ്ലി ഡ്രെയിൻ ചെയ്യുന്നത് ഇൻഫീരിയർ വീന കാവയിലേക്കാണ്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ലെഫ്റ്റ് അഡ്രിനൽ വെയിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് ലെഫ്റ്റ് റീനൽ വെയിനിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. എന്നിട്ട് അത് മേർജ് ചെയ്തിട്ടാണ് ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഡിഫറൻസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഷിഫ്റ്റ് ഓഫ് ദ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഓപ്ഷൻസ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, ഡിക്രീസ്ഡ് pH, ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ്, HbF. HbF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ഹീമോഗ്ലോബിൻ. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനിലാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാത്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ഫാക്റ്റ് പഠിക്കണം. അതായത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ കണ്ടീഷൻസിലാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. മെയിനായിട്ടും ബ്ലഡിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുമ്പോഴാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ലാതെ മറ്റു പല റീസൺസ് കൊണ്ടും ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിക്രീസ് ഇൻ pH, പിന്നെ ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടൻറ്റ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, പിന്നെ ഇൻക്രീസ് ഇൻ 2,3 ഡൈഫോസ്ഫോഗ്ലിസറൈഡ്. അപ്പം ഇത്രയും റീസൺസ് കാരണമാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്നും കൂടെ പറയാം. ഫസ്റ്റ് പറഞ്ഞത് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, രണ്ടാമത് ഡിക്രീസ് ഇൻ pH, പിന്നെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസ് ഇൻ 2,3 ഡൈഫോസ്ഫോഗ്ലിസറൈഡ്. ഇനി എപ്പോഴാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു റീസൺ ആണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നത്. രണ്ടാമത്തേത് മയോഗ്ലോബിൻ്റെ അളവ് കൂടുന്നത്. ഈ കണ്ടീഷൻസിലൊക്കെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു റീസണും കൂടെ ഉണ്ട്, ബോർ ഇഫക്റ്റ്. ബോർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിക്രീസ് ഇൻ ഓക്സിജൻ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വെൻ ദ pH ഓഫ് ദ ബ്ലഡ് ഫോൾസ് ഈസ് കോൾഡ് ബോർ ഇഫക്റ്റ്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ pH കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ്റെ അഫിനിറ്റി ടു ഹീമോഗ്ലോബിൻ ഡിക്രീസ് ആവുന്നു. അപ്പോൾ ആ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ ബ്ലഡിൽ pH കുറയുമ്പോൾ ഓക്സിജൻ്റെ ഹീമോഗ്ലോബിനോടുള്ള അഫിനിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ആ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബോർ എഫക്റ്റ്. ബോർ എഫക്റ്റിൻ്റെ സമയത്തും എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന 3 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ഫീറ്റൽ ഹീമോഗ്ലോബിൻ, ഇൻക്രീസ് ഇൻ മയോഗ്ലോബിൻ ആൻഡ് ബോർ ഇഫക്റ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഷിഫ്റ്റ് ഓഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ വിച്ച് കണ്ടീഷൻ? നമുക്ക് പറയാം HbF, അതായത് ഫീറ്റൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനിലാണ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാത്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ടിഷ്യൂ? ഓപ്ഷൻസ് ഫൈബ്രസ്, ഫൈബ്രോ മസ്കുലാർ, മസ്കുലാർ ആൻഡ് ഫൈബ്രോ മസ്കുലോ ഗ്ലാൻഡുലാർ. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, അതായത് ഫൈബ്രോ മസ്കുലോ ഗ്ലാൻഡുലാർ. അതായത് ഫൈബ്രോ മസ്കുലാർ ടിഷ്യൂ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഗ്ലാൻഡുലാർ എലമെൻസും എംബഡ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓൺ എക്സ്റേ വിച്ച് സ്റ്റോൺ ഈസ് റേഡിയോ ല്യൂസൻറ്റ്? എക്സ്റേ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഏത് സ്റ്റോണാണ് റേഡിയോ ല്യൂസൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്? ഓപ്ഷൻസ് സിസ്റ്റീൻ, കാൽഷ്യം ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, സാന്തിൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ല്യൂസൻ്റ് ആണ്. പക്ഷേ നമ്മുടെ
കാൽഷ്യം ഓക്സലേറ്റ് അതുപോലെ സിസ്റ്റീൻ, ഫോസ്ഫേറ്റ് തുടങ്ങിയവ കണ്ടെയ്ൻ ചെയ്യുന്ന സ്റ്റോണുകൾക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതായത് അത് റേഡിയോ ഒപ്പേക്ക് ആയിരിക്കും. ഇനി നമുക്ക് റീനൽ കാൽക്കുലയെ പറ്റി കുറച്ച് എക്സ്ട്രാ ഇൻഫോർമേഷനും കൂടെ നോക്കാം. അതായത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് യൂഷ്വലി മൾട്ടിപ്പിൾ. നമുക്കറിയാം യൂറിക് ആസിഡ് സ്റ്റോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹാർഡായിരിക്കും, അതുപോലെ സ്മൂത്ത് ആയിരിക്കും, അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഇനി ഓക്സലേറ്റ് സ്റ്റോൺസിൻ്റെ പ്രത്യേകത എന്താണ്? അത് വളരെ ഹാർഡാണ്, അതിൻ്റെ സർഫസിലായിട്ട് ഹാർഡ് സ്പൈക്സ് കാണുന്നുണ്ട്, അത് യൂഷ്വലി സിംഗിൾ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. നമ്മൾ ഈ ഓക്സലേറ്റ് സ്റ്റോൺസിനെയാണ് പൊതുവെ മൾബറി സ്റ്റോൺസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റാഗ് ഹോൺ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പേര് കേട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് സ്റ്റോൺസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്മൂത്ത് ആൻഡ് ഡേർട്ടി വൈറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റാഗ് ഹോൺ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സിസ്റ്റീൻ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ആയിരിക്കും, ബീസ് വാക്സ് പോലെയാണ് കാണപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് റിമൂവ് ചെയ്യുമ്പം പിങ്ക് അല്ലെങ്കിൽ യെല്ലോ കളറിലായിരിക്കും കാണപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ പുറത്ത് വെക്കുമ്പോൾ അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനോട് എക്സ്പോഷർ വരുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് മാക്സിമം അറ്റ് ഓപ്ഷൻസ് 40 വീക്സ്, 36 വീക്സ്, 32 വീക്സ്, 24 വീക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 വീക്സ് ആണ്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് മാക്സിമം ആയിട്ട് കാണപ്പെടുന്നത് 36 വീക്സ് ആകുമ്പോഴത്തേക്കും ആണ്.